നമ്മുടെ നഗരങ്ങൾ രാത്രിയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്നു? ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ ഇന്ന് സാധിക്കുമോ? സാധാരണ വേഷത്തിൽ ബസ് കാത്തുനിന്ന ഒരു യുവതിയെ തേടി ആ രാത്രിയിലെത്തിയത് 40-ലധികം പുരുഷന്മാരാണ്. അവർ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് ആ യുവതി ഞെട്ടിത്തരിച്ചു. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ആരാണെന്നറിഞ്ഞതോടെ എല്ലാവരും പകച്ചുപോയി എന്ന് തന്നെ പറയാം. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രം. അവിടേക്കാണ് ആ യുവതി എത്തുന്നത്. ഒരു സാധാരണ ചുരിദാർ ധരിച്ച് തോളിലൊരു ബാഗുമായി അവർ ബസ് കാത്തു നിൽക്കുകയാണ്. ദൂരെ നിന്ന് ചിലർ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സംശയകരമായ രീതിയിൽ പലരും അടുത്തേക്ക് വരുന്നു. ചിലർ ഫോണിൽ സംസാരിക്കുന്ന ഭാവത്തിൽ യുവതിയെ തുറിച്ചു നോക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി അടുത്തേക്ക് വരാൻ തുടങ്ങി. വെറും 3 മണിക്കൂറിനുള്ളിൽ 40ഓളം പുരുഷന്മാരാണ് ആ യുവതിയെ സമീപിച്ചത്. ആദ്യം ചിലർ വിശേഷങ്ങൾ ചോദിച്ചു. പിന്നീട് ചോദ്യങ്ങൾ അശ്ലീലമായി മാറി. കൂടെ വരുമോ, കിടക്ക പങ്കിടാൻ താല്പര്യമുണ്ടോ എന്ന് പോലും ചിലർ മുഖത്തു നോക്കി ചോദിച്ചു. ഇതിൽ കോളേജ് വിദ്യാർത്ഥികളും മദ്യപാനികളും IT ജോലിക്കാരും എല്ലാം ഉണ്ടായിരുന്നു. അവർ അവിടെ നിസ്സഹായാണെന്ന് കരുതിയായിരുന്നു ഓരോരുത്തരുടെയും സമീപനം. എന്നാൽ അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. അവർ ശല്യം ചെയ്യാൻ ശ്രമിച്ചത് ഒരു സാധാരണ യുവതിയായിരുന്നില്ല, മറിച്ച് ഹൈദരാബാദ് മൽക്കാജ്ഗിരി പോലീസ് കമ്മീഷണറായ വി സുമതി IPSനെയായിരുന്നു. സ്ത്രീകൾ രാത്രി നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാൻ വേഷം മാറി ഇറങ്ങിയതായിരുന്നു ഈ ധീരയായ ഉദ്യോഗസ്ഥ. അവർക്ക് സംരക്ഷണമില്ലെന്ന് കരുതിയവർ അറിഞ്ഞില്ല ബസ് സ്റ്റാൻഡിന് ചുറ്റും മഫ്തിയിൽ ഒരു കൂട്ടം പോലീസുകാർ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നുവെന്ന്. ഇവർ സിഗ്നൽ നൽകിയതോടെ പോലീസ് സംഘം പാഞ്ഞെത്തി ഓരോരുത്തരെയും കൈയോടെ പിടികൂടുകയായിരുന്നു. വൈകിയ സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതായിരുന്നു പോലീസ് കമ്മീഷണറുടെ അനുഭവം. പിടിക്കപ്പെട്ടവരെ സ്റ്റേഷനിലെത്തിച്ച് അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. വിദ്യാസമ്പന്നരായ യുവാക്കൾ പോലും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. കർശനമായ കൗൺസിലിംഗും നിയമ നടപടികളും നൽകിയാണ് ഇവരെ പോലീസ് വിട്ടയച്ചത്. ഈ ഒരു സംഭവത്തിലൂടെ രാത്രികാല യാത്രകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വമില്ലായ്മ സുമതി IPS തെളിയിച്ചു. നിയമം കയ്യിലുണ്ടെങ്കിലും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങൾ പഠിച്ച ഈ ഉദ്യോഗസ്ഥയ്ക്ക് വലിയ കയ്യടികളാണ് ലഭിക്കുന്നത്.